ഹലോ അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ ഒരു ഈസി പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ ഇവിടെ കുറച്ച് കസ്റ്റാർഡ് പൗഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ സാധനമൊക്കെ വാങ്ങാൻ പോയപ്പോൾ കണ്ടപ്പോൾ വെറുതെ ചുമ്മാ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഇതുകൊണ്ടൊന്ന് പുഡിംഗ് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി. അപ്പോൾ കസ്റ്റാർഡ് പൗഡറൊക്കെ നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കാറ്. എന്നാലും നമ്മൾ പുഡിംഗ് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു പാക്കറ്റാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. 2 പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഞാനൊരു ബൗള് കുറച്ച് പാലെടുത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ അതിൽ മിക്സ് ചെയ്ത് നല്ലോണം കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചൈന ഗ്രാസ് വാങ്ങിയിട്ടുണ്ട്. ഈ ചൈന ഗ്രാസ് ഫുള്ളായിട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളത്തിൽ അവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാല് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കണം. അത് നന്നായിട്ട് തിളപ്പിച്ച് ചൂടാക്കി നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാല് ഇളക്കി അടിയിൽ പിടിക്കാതെ കട്ട പിടിക്കാതെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ആ ഒരു രീതിയിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല മധുരം ഇഷ്ടമുള്ളവർ കുറച്ച് കയറ്റിയിട്ട് ഇട്ടുകൊണ്ടു, മധുരം കുറവുള്ളവർ അതിനനുസരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഇത് പഞ്ചസാര ഇട്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ഇവിടെ മിക്സ് ചെയ്ത് വെച്ച പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ശ്രദ്ധിക്കണം, തീയൊക്കെ കുറച്ച് വെച്ചിട്ട് നല്ലോണം ഇളക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും കേട്ടോ. കാരണം ഇതിങ്ങനെ കുറുകി കട്ടിയായിട്ടാണല്ലോ പിന്നെ വരിക. അപ്പം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നല്ലോണം ഇതിൽ മിക്സായിട്ട് നല്ലോണം കലക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം അവിടെ കലക്കി കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു ചൈന ഗ്രാസും കൂടി ഇവിടെ മെൽറ്റാക്കാൻ നമ്മൾ അടുപ്പത്ത് വെക്കുക. നല്ല ചൂടോടെ തന്നെ വേണം, നമ്മൾ ചൂടാറുന്നതിൻ്റെ മുമ്പേ വേണം ചൈന ഗ്രാസ് മെൽറ്റായാൽ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ സംഭവം ഇവിടെ രണ്ടും കൂടി ഒന്നിച്ച് തന്നെ നമ്മൾ ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ചൈന ഗ്രാസൊക്കെ മെൽറ്റായി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഈ ഇളക്കൽ നിന്നാൽ അപ്പം അടുക്കി പിടിച്ചാൽ പിന്നെ നമ്മുടെ ടേസ്റ്റൊക്കെ മാറിപ്പോകും, നമ്മുടെ പുഡിങ്ങൊക്കെ പിന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി ഇളക്കിയിട്ട് ഒന്നും കൂടി കുറുകി വന്ന ഒരല്പം കുറുകി നമ്മൾ തവിയോണ്ട് ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ ഒന്നിങ്ങനെ കുറുകി ഉറ്റുന്നത് പോലെ പെട്ടെന്ന് പോരാതെ കുറുകുന്നത് വരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടേ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഉഷാറായിട്ട് ഇത് ഇളക്കി ഇനി നമുക്ക് ഇത് ചൂടാറാൻ വെക്കണം. ഇനി കുറച്ചൊക്കെ കുറുകി വന്നപ്പോൾ തന്നെ ഞാൻ നമ്മുടെ സ്റ്റൗവൊക്കെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് നല്ലോണം ചൂടാറിയതിന് ശേഷം ഞാനിപ്പോൾ ബൗളിലേക്ക് മാറ്റണം കേട്ടോ. ഇപ്പോൾ ബൗളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളടുത്ത് അങ്ങനത്തെ കുഴിയുള്ള ബൗളാണുള്ളത്. അപ്പോൾ അതിലേക്ക് ഇട്ട് 2 വലിയ ബൗളിലേക്കും ഒരു ചെറിയ കുഞ്ഞു ബൗളിലേക്കും കൂടി ഉണ്ട് കേട്ടോ. നാളെ കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഈ ബൗൾ ചെറുത് കിട്ടുന്നവർക്ക് ഒന്നിച്ചായിട്ട് കഴിക്കാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി കസ്റ്റാർഡ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കസ്റ്റാർഡ് മിൽക്ക് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ തണുപ്പിച്ച് ഒക്കെ ചെയ്തിട്ട് പിന്നെ നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ പുഡിങ് സൂപ്പറായി. ഈ ഒരു പുഡിങ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ചെയ്തവരൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും ഈ ഒരു സിമ്പിൾ ഐഡിയ ഒന്ന് ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടാവും. നമ്മൾ വീണ്ടും വരും എല്ലാ കൂട്ടുകാരും. നമ്മളെ പുഡിങ് ഉഷാറായിട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. വീണ്ടും വരും. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.